വെൽക്കം കേട്ടോ. സിലിക്കാണ് എടുത്തേക്കുന്നത്. ഒന്നുമല്ല പറഞ്ഞ അത്രക്ക് സിലിക്കണ്ടെന്ന്. ആന കരിമ്പിൻ കട്ടി കയറിയതുപോലെ ഇവരെ ഞാൻ ഈ ബേക്കറി കൊണ്ടിറക്കിയ. സ്കൂൾ അടച്ചതിന് ശേഷം സ്നാക്സ് വാങ്ങിപ്പില്ലാത്തത് കാരണം അവൻ കുറച്ച് ദിവസം കൊണ്ട് പറയുന്നുണ്ട് അമ്മയെ കുറച്ച് സ്നാക്സ് വാങ്ങിച്ചു താന്ന്. ഇന്ന് തന്നെ വരാൻ കാരണമുണ്ട്. നാളെ വെച്ച് ടൂർ പോകുന്നത് കൊണ്ട് അവർക്ക് കുറച്ച് സ്നാക്സ് വേണമെന്ന് പറഞ്ഞു. അതും കൂടെ വാങ്ങിക്കാനാ വന്നത്. ഇത് കണ്ടോ, ചോറ്റുപാത്രമാണ്. ചോറ്റുപാത്രം 500 രൂപ ഇക്കിടിയ താഴെ. അവൾ ഓടി നടന്ന് നോക്കുവോ ഏതെടുക്കണോന്ന് അറിയാൻ വയ്യാതുള്ള കൺഫ്യൂഷന്. അല്ലെങ്കിൽ അവൾക്കൊരു സാധനം വാങ്ങിക്കാൻ പറഞ്ഞ അവൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ. പുട്ടൂറ്റി, പ്ലാസ്റ്റിക് പുട്ടൂറ്റി ഇറങ്ങിയടി ഇപ്പം. തുറന്നേ, ഒരൊറ്റ ഫ്ലേവറിലായാലും എത്ര ഐസ്ക്രീമുകൾ നോക്കിയിട്ട് ഞങ്ങൾ 2 ചോക്കോബാർ വാങ്ങിച്ചു പോരുന്നത് കേട്ടോ. 275 രൂപ പ്ലാസ്റ്റിക് പുട്ടൂറ്റിയില്ല. ഇത് കഴിഞ്ഞിട്ട് ഫ്ലവർ വൈസ് ആക്കാം. ഇത് ഭയങ്കര വിലയായി. ചെറുതോ? അതിനെത്ര രൂപ, ഇതിനെത്ര രൂപയാന്ന് നോക്കിയോ? ആ, ഗൈസ്, ഞങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടി ഇവിടെ വന്നു. ദാഹജലം. അവിടുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ എല്ലാത്തിനെയൊക്കെ പിടിച്ചെടുത്തോണ്ട് വന്ന് പിന്നെ ഇനി നമ്മൾ ദോശ കഴിപ്പിൽ ചടങ്ങാണ്. ആര്യാസിലോട്ട് കയറി ദോശ കഴിക്കാൻ കരുതി. അവന് പിന്നെ ദോശ എപ്പോഴും സെറ്റ് സംഭവം ആയിരിക്കുമല്ലോ. കഴിക്കാൻ കയറുന്നത് വരെ മഴയൊന്നുമില്ലായിരുന്നു. തിരിച്ചറിഞ്ഞാൽ പെരുമഴയായിരിക്കും. നിങ്ങളല്ലേ അവിടുന്ന് ഓരോ ടിഷ്യൂ പേപ്പർ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഇങ്ങനെ ഉപയോഗപ്പെടുമെന്നാ മനസ്സിലായത്. ചേട്ടൻ ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് ഓടി അതിനകത്ത് കയറാൻ പറഞ്ഞിട്ട് അവസാനം ചേട്ടൻ ചെയ്തത് എങ്ങനെ? മഴ നനയാൻ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നനയാതെ അത്ര ഇഷ്ടമല്ല കേട്ടോ. അവസാനം ഞങ്ങൾ ഇങ്ങനെ എത്തിയിട്ട് ചേട്ടനെ മോട്ടിവേറ്റ് ചെയ്യേണ്ട അവസ്ഥയായി. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒക്കെ നനഞ്ഞ് വിളിച്ചെങ്ങനെയെങ്കിലും ഇനി പോരുന്നു. ഇന്നത്രയേ ഉള്ളൂ. അപ്പോൾ ഇവരെല്ലാം ഹാപ്പിയായി, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കെ, ബൈ, സീ യു.